തിരുവനന്തപുരം ഉള്ളൂരിൽ ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രഘുനാഥൻ, ഭാര്യ പുഷ്പ എന്നിവരാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ജിബിൻ ജെബി നൽകും വിവരങ്ങൾ. ജിബിൻ, ഇന്നലെ രാത്രിയാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ആരുടെ ശ്രദ്ധയിലാണ് ഈ സംഭവം ആദ്യം വരുന്നത്? എന്താണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം? ഗുഡ് മോർണിംഗ് ഗോകുൽ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയാണ് ദമ്പതികളെ ഉള്ളൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം പുറത്തു വരുന്നത്. ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ രാത്രിയോട് കൂടിയാണ് ഇവർ രണ്ടുപേരും, അതായത് രഘുനാഥൻ, ഭാര്യ പുഷ്പ, ഇവർ രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉള്ളൂർ ഭാഗത്ത് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പുഷ്പ വീടിന്റെ അകത്തെ ഒരു മുറിയിൽ തറയിൽ മരിച്ച നിലയിലും, അതുപോലെ രഘുനാഥൻ നായരെ അതേ മുറിയിൽ തന്നെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഈ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ മറ്റ് പ്രാഥമിക നടപടിയിലേക്ക് മാത്രമേ പോലീസ് കടന്നിട്ടുള്ളൂ. അർദ്ധരാത്രിയോട് കൂടി തന്നെ ഈ മൃതദേഹം കണ്ടെത്തിയതുകൊണ്ട് കൂടുതൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരത്തോടു കൂടിയാണ് വീട്ടിനുള്ളിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള കാര്യം അഭ്യൂഹം പുറത്തു വരുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസിനെ സമീപവാസികൾ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട്ടിന്റെ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് ദുർഗന്ധം വമിക്കുന്ന നിലയിൽ ഈ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. പുഷ്പയുടെ മൃതദേഹം വീടിന്റെ ഉള്ളിലെ മുറിയിൽ തന്നെ തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു. സമീപത്ത് തന്നെ ആ മുറിയിൽ തന്നെ ഒരു ഫാനിലായിരുന്നു രഘുനാഥൻ നായരുടെ മൃതദേഹം തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമൊന്നും പോലീസിന് നിലവിൽ വ്യക്തതയില്ല. സാമ്പത്തിക പ്രശ്നം അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിൽ വ്യക്തതയില്ല. എന്തായാലും ഈ പുഷ്പയെ കൊലപ്പെടുത്തിയ ശേഷം രഘുനാഥൻ നായർ തൂങ്ങി മരിച്ചതാകാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ രണ്ടുപേരുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തറിയാൻ സാധിക്കുകയുള്ളൂ. ഗോകുൽ. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.